ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ്. സർക്കാർ ഇതര ആവശ്യങ്ങൾക്കുമെല്ലാം ആധാർ കാർഡ് ഒരു അടിസ്ഥാന രേഖയാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമാണ്. PM കിസാൻ സമ്മാൻ നിധി, ക്ഷേമ പെൻഷൻ, സ്കോളർഷിപ്പുകൾ, PMJY സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ്. അതിനാൽ തന്നെ ആധാർ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പോയ നിരവധി ആളുകളുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു. 10 വർഷം എത്തിയ ആധാർ കാർഡുകൾ പുതുക്കാത്തത് കൊണ്ടാണ് ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടത്. 10 വർഷം എത്തിയ ആധാർ കാർഡ് പുതുക്കാത്തതിനാൽ നമ്മുടെ വിരലടയാളത്തിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആധാറിൽ അപ്ഡേറ്റഡ് ആകുന്നില്ല. അതിനാൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് 10 വർഷം കഴിഞ്ഞവരുടെ ആധാർ പുതുക്കണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആധാർ പുതുക്കാത്തത് മൂലം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയേക്കാം. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി നിരവധി തവണ നീട്ടി നൽകിയിരുന്നു. ഇപ്പോൾ അവസാന തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2024 സെപ്റ്റംബർ 14 വരെയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും എത്തി അവരുടെ സ്ഥാപനത്തിന്റെ നിശ്ചിത നിരക്ക് ഈടാക്കി അത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് സ്വന്തമായി മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാം. എന്നാൽ ഇത് സ്വന്തമായി ചെയ്യണമെങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകണം. മൊബൈൽ നമ്പർ മുൻപ് ചേർക്കാത്തവരും പുതിയ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നൽകാത്തവർക്കും ഇത് ചെയ്യണമെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ എത്തണം. വിരലടയാളം, ഫോട്ടോ, കണ്ണിന്റെ രേഖ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഒരു നിശ്ചിത ഫീസ് കൊടുക്കണം. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ കാർഡിന്റെ 90% ഉപയോഗവും നടക്കാതെ വരും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതിന് മൊബൈലിൽ OTP വരുന്നതാണ്. എന്നാൽ ആധാറും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്ത ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുന്നത് ആയിരിക്കും. അതിനാൽ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ അഡ്രസ് ആധാർ കാർഡിലേക്ക് ചേർക്കുന്നതിന് നിങ്ങൾ അഡ്രസ് പ്രൂഫ് നൽകണം. അതായത് പാസ്പോർട്ട്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ഏതെങ്കിലും രേഖകൾ നൽകാം. ആധാർ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് 50 രൂപയാണ് ഫീസ്. വിരലടയാളം, ഫോട്ടോ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേറ്റിന് 100 രൂപ കൊടുക്കണം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ myAadar.uidai.gov.in എന്ന വെബ്സൈറ്റ് വഴി സ്വന്തമായി ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ 14 വരെ ഉള്ളത്. അവസാന തീയതി കഴിഞ്ഞാലും നിശ്ചിത തുക നൽകി ഇത് പുതുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5-ാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 7 വയസ്സിനുള്ളിലും 15 വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം 100 രൂപ നിരക്ക് ഈടാക്കുന്നതാണ്. നവജാത ശിശുക്കൾക്ക് ആധാറിനെ എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ തുടങ്ങിയവ ശേഖരിക്കുന്നില്ല. എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമതായി, ആധാർ കാർഡ് എപ്പോൾ വേണമെങ്കിലും പുതുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി ഓൺലൈനിൽ പുതുക്കുന്നതിനുള്ള അവസാന തീയതി മാത്രമാണ് സെപ്റ്റംബർ 14. അതിനുശേഷം പേയ്മെന്റ് നൽകി ആധാർ പുതുക്കാവുന്നതാണ്. രണ്ടാമതായി, നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ടും ആധാർ പുതുക്കിയില്ലെങ്കിലും അതിന്റെ വാലിഡിറ്റി നഷ്ടമാവുകയില്ല. അതിന് സർക്കാരിന്റെ പ്രാബല്യം തുടരുന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.